ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സെന്റൻസുകളാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഡെയിലി പറയുന്ന ഓരോരോ സെന്റൻസുകൾ, നിങ്ങൾക്ക് സെന്റൻസുകൾ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മാത്രമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മരത്തിന്റെ മുകളിൽ നിന്നൊരു സാധനം വീഴുകയാണ്. നമ്മൾ പറയാണ് പപ്പായ വീണു. പപ്പായ വീണു എന്ന് പറയാറുണ്ട് അല്ലെ. പപ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ കർമൂസ എന്ന് പറയും. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? അതായത് ഇവിടെ പറയുന്നത് ഒരു പാസ്റ്റ് ആണ്, വീണു എന്നാണ് അല്ലെ. ദ പപ്പായ ഫെൽ അല്ലെ. ഫെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾ എന്നതിന്റെ പാസ്റ്റ് ആണ് ഫെൽ എന്ന് പറയുന്നത്. ദ പപ്പായ ഫെൽ, പപ്പായ വീണു. ഓക്കെ, ഇനി മരം മുറിഞ്ഞു. മരം മുറിഞ്ഞു എന്നെങ്ങനെ പറയാ? ദ ട്രീ വാസ് കട്ട് ഡൗൺ. ദ ട്രീ വാസ് കട്ട് ഡൗൺ, മരം മുറിഞ്ഞു. ഇനി ഞാൻ ലീവ് ചോദിച്ചു. ഇപ്പൊ സ്കൂളില് അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ഇവരൊക്കെ പറയാറുള്ള ഒരു സെന്റൻസ് ആണ് അല്ലെ. ഞാൻ ലീവ് ചോദിച്ചു. ഐ ആസ്ക്ഡ് ഫോർ ലീവ്. ഐ ആസ്ക്ഡ് ഫോർ ലീവ്, ഞാൻ ലീവ് ചോദിച്ചു. ഇനി സാർ വീട്ടിൽ പോയി അല്ലെ. സാർ വീട്ടിൽ പോയി. സാർ വെന്റ് ഹോം. സർ വെന്റ് ഹോം, സാർ വീട്ടിൽ പോയി നമ്മൾ പറയാറുണ്ട്. അപ്പം ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അല്ലെ. സാർ ഇവിടെ പോയി എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ സാർ വീട്ടിൽ പോയി, സാർ വെന്റ് ഹോം. ഇനി ഡോക്ടർ ഇന്ന് ലീവാണ്. ഡോക്ടർ ഇന്ന് ലീവാണ്, അല്ലെങ്കിൽ നമ്മുടെ മാഷ് ഇന്ന് ലീവാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഡോക്ടർ ഇന്ന് ലീവാണെന്ന് നമ്മൾ പൊതുവായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന സെന്റൻസ് ആണ്. ദ ഡോക്ടർ ഈസ് ഓൺ ലീവ് ടുഡേ. ദ ഡോക്ടർ ഈസ് ഓൺ ലീവ് ടുഡേ. ഈ ഒരു സെന്റൻസ് നമുക്ക് എവിടെയെല്ലാം യൂസ് ചെയ്യാമെന്നറിയോ? നമ്മളിപ്പോൾ വിദ്യാർത്ഥികളൊക്കെ ലീവാണെന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ടീച്ചേഴ്സിനെയൊക്കെ അറിയിച്ചു കൊടുക്കണമെങ്കിൽ ആ കുട്ടിയുടെ പേര് എഴുതിയിട്ട് is on leave today എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. The teacher is on leave today. The doctor is on leave today. അതുപോലെ നമ്മുടെ മക്കളെ പേരൊക്കെ എഴുതിയിട്ട് നമുക്ക് ഇതുപോലെ പറയാം കേട്ടോ. ഓക്കെ, ആരോ വാതിൽ തുറന്നു. ആരോ, someone അല്ലേ. someone opened the door. ആരോ വാതിൽ തുറന്നു. മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ I have kept the fish in the fridge. I have kept the fish in the fridge. മീൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ മീൻ മുറിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ഈ മീൻ മുറിക്കാൻ കഴിയുന്നില്ല. എനിക്ക് കഴിയുന്നില്ല. I can't cut this fish. I can't cut this fish. എനിക്ക് ഈ മീൻ മുറിക്കാൻ കഴിയുന്നില്ല. അവൾ മീൻ ഫ്രൈ ചെയ്തു. അവൾ മീൻ ഫ്രൈ ചെയ്തു. She fried the fish. She fried the fish. എന്റെ കാൽ ഇപ്പോഴും വേദനയുണ്ട്, അല്ലെങ്കിൽ എന്റെ കൈ ഇപ്പോഴും വേദനയുണ്ട്, ഇങ്ങനെ നമ്മൾ പറയാറുണ്ട് അല്ലെ. എന്റെ കാൽ ഇപ്പോഴും വേദനയുണ്ട്. My leg still hurts. hurts എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന, പെയിൻ എന്നുള്ളതാണ്. നല്ല വേദനയ്ക്ക് നമ്മൾ hurts എന്ന് പറയും. My leg still അല്ലെ, ഇപ്പോഴും. My leg still hurts. എന്റെ കാലിപ്പോഴും വേദനയുണ്ട്. ഞാൻ കുട്ടിയെ ഒരിടത്തും കണ്ടില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരിടത്തും ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്, ഒരിടത്തും കണ്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുട്ടിയെ ഒരിടത്തും കണ്ടില്ല. I didn't see the child anywhere. I didn't see the child anywhere. ഞാൻ കുട്ടിയെ ഒരിടത്തും കണ്ടില്ല. അവൻ കാറ് എവിടെയും നിർത്തിയില്ല അല്ലെ. എവിടെയും ഒരിടത്തും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അവൻ കാറ് എവിടെയും നിർത്തിയില്ല. He didn't park the car anywhere. He didn't park the car anywhere. anywhere എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും എന്നാണ്. ഓക്കെ, അതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ didn't എന്ന് യൂസ് ചെയ്തു. ഓക്കെ, ഞങ്ങൾ വഴി നോക്കുകയാണ്. ഞങ്ങൾ വഴി നോക്കുകയാണ് എന്നാണ്. അപ്പോൾ വി ആർ ലുക്കിംഗ് ഫോർ ദ വേ. ഇത് നമ്മൾ വഴി അറിയാത്തൊരു കാര്യം നമ്മൾ അന്വേഷിക്കുകയാണ് എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ വഴി നോക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും ലുക്ക് അറ്റ് എന്ന് പറയാറുണ്ടെങ്കിൽ പോലും ഇവിടെ നമ്മൾ ലുക്കിംഗ് ഫോർ എന്ന് യൂസ് ചെയ്തിട്ടുള്ളത് എന്താണ്? ഞങ്ങൾ വഴി നോക്കുകയാണ്, അതായത് നമ്മൾ വഴി അന്വേഷിക്കുകയാണ് എന്നുള്ള ഒരു മീനിങ് ആണെങ്കിൽ വി ആർ ലുക്കിംഗ് ഫോർ ദ വേ. ലുക്കിംഗ് ഫോർ, ലുക്കിംഗ് അറ്റ് എന്നുള്ളതിൽ ആർക്കെങ്കിലും വല്ല സംശയം ഉണ്ടെങ്കിൽ
വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ താഴെ കമന്റിൽ പിൻ ചെയ്ത് വെക്കട്ടെ. എല്ലാവരും ഒന്ന് കണ്ട് ക്ലിയർ ആയിട്ട് പഠിക്കട്ടെ. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട് ലുക്കിംഗ് ഫോറും ലുക്കിംഗ് അറ്റും. ഓക്കെ, അതുപോലെ എനിവേർ, നോവേർ ഇവയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസും ഫസ്റ്റ് ആയിട്ട് ഒന്ന് കണ്ടുപഠിക്കുക. ഓക്കെ, അവർ ഫോൺ നമ്പർ തിരയുകയാണ്. ഇവിടെ തിരയുകയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ നമ്മൾ നോക്കി നിൽക്കുന്നതിനാണ്, ആ ഒരു സ്ഥാനത്താണ് നമ്മൾ ലുക്കറ്റ് എന്ന് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു കാര്യം അന്വേഷിക്കുകയാണ് അല്ലെങ്കിൽ നോക്കുകയാണ്, ഇപ്പൊ നമ്പർ നമ്മൾ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ലുക്ക് ഫോർ ആണ് യൂസ് ചെയ്യേണ്ടത്, അതായത് ലുക്കിംഗ് ഫോർ. ദേ ആർ ലുക്കിംഗ് ഫോർ ദ ഫോൺ നമ്പർ. മനസ്സിലായോ? ദേ ആർ ലുക്കിംഗ് ഫോർ ദ ഫോൺ നമ്പർ. അവർ ഫോൺ നമ്പർ തിരയുകയാണ്. അവൻ വഴിയിൽ ഇറങ്ങി. അവൻ വഴിയിൽ ഇറങ്ങി. ഹേ ഇറങ്ങുക ഗോട്ട് ഓഫ് ആണ്. ഹേ ഗോട്ട് ഓഫ് ഓൺ ദ വേ. ഹേ ഗോട്ട് ഓഫ് ഓൺ ദ വേ. അവൻ വഴിയിൽ ഇറങ്ങി. ഞങ്ങൾ സമയത്ത് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ അവിടെ എത്താനായില്ല. വി ലെഫ്റ്റ് ഓൺ ടൈം. ഞങ്ങൾ സമയത്ത് ഇറങ്ങിയിട്ടുണ്ട്, ബട്ട് വി കുഡിന്റ് റീച്ച് ദർ. പക്ഷെ അവിടെ എത്താനായില്ല. ഓക്കെ, ഇനി ബസ് സമയത്ത് കിട്ടിയില്ല. ബസ് സമയത്ത് കിട്ടിയില്ല. ഐ കുഡിന്റ് ക്യാച്ച് ദ ബസ് ഓൺ ടൈം. ഐ കുഡിന്റ് ക്യാച്ച് ദ ബസ് ഓൺ ടൈം. നമ്മൾ സമയത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ടും ഓൺ ടൈം എന്ന് നമ്മൾ അതും വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ എന്തോ ശബ്ദം കേട്ട് നോക്കിയതാണ്. ഞാൻ എന്തോ ശബ്ദം കേട്ട് നോക്കിയതാണ്. ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഐ ലുക്ക്ഡ് ബിക്കോസ് ഐ ഹാഡ് എ നോയ്സ് എന്ന് പറയാം. അതായത് ഞാൻ എന്തോ ശബ്ദം കാരണം നോക്കിയതാണെന്ന് പറയാറുണ്ട്. അതുപോലെ ഞാൻ എന്തോ ശബ്ദം കേട്ടപ്പോൾ നോക്കിയതാണെന്നും പറയാറുണ്ടല്ലോ. ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഐ ലുക്ക്ഡ് വെൻ ഐ ഹേർഡ് എ നോയ്സ് എന്ന് പറയാം. വെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടപ്പോൾ എന്നുള്ളതാണ്. അപ്പം ഐ ലുക്ക്ഡ് വെൻ ഐ ഹേർഡ് എ നോയ്സ്. ഓക്കെ, ആരോ എന്നെ വിളിച്ചു. ആരോ, സംവൺ കോൾഡ് യു അല്ലേ? സംവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ എന്നാണ്. അപ്പോ സംവൺ കോൾഡ് യു. ആരോ നിന്നെ വിളിച്ചു. വാതിൽ പൂട്ടാൻ ഞാൻ മറന്നു. വാതിൽ പൂട്ടാൻ ഞാൻ മറന്നു. ഐ ഫോർഗോട്ട് ടു ലോക്ക് ദ ഡോർ. ഐ ഫോർഗോട്ട് ടു ലോക്ക് ദ ഡോർ. ലൈറ്റുകൾ ഇപ്പോഴും ഓണാണ് അല്ലേ? ലൈറ്റുകൾ ഇപ്പോഴും ഓണാണ്. എങ്ങനെ പറയാ? ദ ലൈറ്റ്സ് ആർ സ്റ്റിൽ ഓൺ. ദ ലൈറ്റ്സ് ആർ സ്റ്റിൽ ഓൺ. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ? വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മൾ പറയുന്നത്. ദ വാട്ടർ ഈസ് ബോയിലിംഗ്. ദ വാട്ടർ ഈസ് ബോയിലിംഗ്. ഭക്ഷണം തണുത്തു പോയി. ഭക്ഷണം തണുത്തു പോയി. ദ ഫുഡ് ഹാസ് ഗോൺ കോൾഡ്. ദ ഫുഡ് ഹാസ് ഗോൺ കോൾഡ്. എന്റെ ഫോൺ താഴെ വീണു. എന്റെ ഫോൺ താഴെ വീണു. മൈ ഫോൺ ഫെൽ ഡൗൺ. മൈ ഫോൺ ഫെൽ ഡൗൺ. എന്റെ ഫോൺ താഴെ വീണു. ബാറ്ററി ഏകദേശം തീരാറായി. ബാറ്ററി തീർന്നു എന്നല്ല, ഏകദേശം തീരാറായി എന്ന് പറയാറുണ്ടല്ലോ. ദ ബാറ്ററി ഈസ് ഓൾമോസ്റ്റ് ഡെഡ്. ദ ബാറ്ററി ഈസ് ഓൾമോസ്റ്റ് ഡെഡ്. ബാറ്ററി ഏകദേശം തീരാറായി. ഇപ്പോൾ കറണ്ട് പോയി അല്ലെ? ഇപ്പോൾ കറണ്ട് പോയി. കറണ്ട് പോയി എന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ പറയാറുണ്ട്. ദ പവർ ജസ്റ്റ് വെന്റ് ഔട്ട്. ദ പവർ ജസ്റ്റ് വെന്റ് ഔട്ട്. അതായത് ഇപ്പോൾ കറണ്ട് പോയി. ഞങ്ങൾ ഏകദേശം എത്തിയിരിക്കുന്നു. ഏകദേശം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പോൾ നമ്മളെപ്പോഴും മലയാളത്തിൽ പറയുന്ന സെന്റൻസുകളൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യം പറയാറുണ്ട്. അപ്പം ഞങ്ങൾ ഏകദേശം എത്തിയിരിക്കുന്നു എന്ന് പറയാറുണ്ടല്ലോ. വി ആർ ഓൾമോസ്റ്റ് ദർ. ഇവിടെ ഓൾമോസ്റ്റ് ദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ ഏകദേശം അവിടെ എത്തി എന്നുള്ളതാണ്. ഓക്കെ, അവൻ നേരത്തെ തിരിച്ചു വന്നു. അവൻ നേരത്തെ തിരിച്ചു വന്നു. ഹി കെയിം ബാക്ക് ഏർലി. ഹി കെയിം ബാക്ക് ഏർലി. അവൾ എന്റെ കോൾ എടുത്തില്ല. അവൾ എന്റെ കോൾ എടുത്തില്ല. ഷീ ഡിഡ്ന്റ് ആൻസർ മൈ കോൾ. ഷീ ഡിഡ്ന്റ് ആൻസർ മൈ കോൾ. ഞാൻ ഒരുപാട് സമയമായി കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഏറെ നേരമായി കാത്തിരിക്കുകയാണ് ഇങ്ങനെ പറയാറുണ്ടല്ലോ അല്ലെ? അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ എ ലോങ് ടൈം അല്ലെ? ലോങ് ടൈം, ഏറെ നേരം, ഒരുപാട് സമയം എന്നൊക്കെ പറയാൻ ലോങ് ടൈം എന്ന് യൂസ് ചെയ്യാം. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ എ ലോങ് ടൈം. കുറച്ചു നേരം കാത്തിരിക്കാം. കുറച്ചു നേരം കാത്തിരിക്കാം. ലെറ്റ്സ് വെയിറ്റ് ഫോർ എ വൈൽ. ലെറ്റ്സ് വെയിറ്റ് ഫോർ എ വൈൽ. കുറച്ചു നേരം കാത്തിരിക്കാം. അവൻ വഴിയിലാണ് എന്നെങ്ങനെ പറയാം? താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ടുകളും ഒക്കെ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.